സോ നിങ്ങൾ ഓൾറെഡി ആ ഒരു ഡിസിഷൻ എടുത്തു അല്ലെ, ആർക്കിടെക്ചർ ചൂസ് ചെയ്തു. പിന്നീട് നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെയാണ് ഞാൻ ഇനി ഈ പ്രൊഫഷനിലോട്ട് എത്തിപ്പെടുന്നത്, എങ്ങനെ അതിലോട്ട് നമ്മൾ കിടക്കാം അല്ലെ, എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ്, അതിലോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. സോ എങ്ങനെയായിരുന്നു ആ ഒരു സ്റ്റാർട്ടിങ്? അതായത് ആർക്കിടെക്ചർ എടുക്കണമെന്ന് ചൂസ് ചെയ്തു, പക്ഷേ എങ്ങനെ ആർക്കിടെക്ചറിലോട്ട് വരാം എന്നുള്ള ആ ഒരു പ്രോസസ്സ്. ഇപ്പം നിങ്ങൾ ക്ലാസ്സിന് വന്നു, റിപ്പീറ്റ് ചെയ്തു, ക്രാഷ് കോഴ്സിൽ വന്നു, റാങ്ക് കിട്ടി, കയറാൻ നിൽക്കുന്നു. അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു? ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു സാറാണ് എനിക്ക് തിങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് പറഞ്ഞത്. അപ്പം എനിക്ക് പിന്നെ ആർക്കിടെക്ചറിൽ കുറച്ച് താല്പര്യം വന്നപ്പോൾ ഞാനിങ്ങനെ സാറായിട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് താല്പര്യം. അപ്പം ഞങ്ങൾക്ക് സാറ് കരിയർ ഗൈഡൻസ് ടീച്ചേഴ്സായിട്ട് ഞങ്ങൾക്ക് ക്ലാസ് ഒക്കെ വെച്ചിരുന്നു. അപ്പോൾ അതിലൊരു സാറ് ഞങ്ങൾക്ക് NIT കാലിക്കറ്റിലുള്ള ഒരു സാർ തന്നെയായിരുന്നു. അപ്പോൾ സാറും കുറേ ക്ലാസ്സുകളൊക്കെ പറഞ്ഞു തന്നപ്പോൾ അതിനെക്കുറിച്ചൊരു ഐഡിയ വന്നു എന്തൊക്കെ ആയിരിക്കും. പിന്നെ കാര്യമായിട്ട് അധികം അറിവൊന്നും ഇല്ലേനും, ബട്ട് ഇവിടെ എത്തിച്ചേർന്നതിന് ശേഷം റിപ്പീറ്റിങ് എത്തിച്ചേർന്നതിന് ശേഷമാണ് പിന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത്. ഫസ്റ്റിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും അറിയില്ലായിരുന്നു. ജസ്റ്റ് എൻട്രൻസ് എഴുതണം, കിട്ടും, എന്തായാലും കിട്ടും, കയറണം ആയിരുന്നു. നിങ്ങൾ ആർക്കിടെക്ചറിന് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അതിനെ കുറിച്ചിട്ട് ഒരു ഗൈഡൻസ് ഒക്കെ ഏകദേശം കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 1 year എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു കോഴ്സിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഒരുപാട് ആർക്കിടെക്ട്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരുടെ അടുത്ത് നിന്നൊക്കെ എനിക്ക് തോന്നുന്നു കുറേ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. സോ എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടാവും. അപ്പോൾ എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ആ ഒരു ഔട്ട്പുട്ട് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്? 5 വർഷമാണെന്നുള്ളത് വലിയ ഫാക്ടറാണ്. അതെ, അത് ബാക്കിയുള്ളവർ പറയും 5 വർഷമൊക്കെ ഉണ്ടോ, അതാകുമ്പോഴേക്കും ഒരുപാടാവില്ലെന്ന്. ബട്ട് ബാക്കിയുള്ള ഡിഗ്രി കോഴ്സുകൾ നോക്കുകയാണെങ്കിലും ഡിഗ്രി 3 year ചെയ്താലും ഒന്നും ആവില്ലല്ലോ. ഡിഗ്രി എടുത്താലല്ലേ സെയിം സംഭവം തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 5 വർഷം പഠിച്ചാൽ പോരാ BSc, പിന്നെ PG, അതുപോലെ അത് കഴിഞ്ഞ് പിന്നെ സ്പെഷ്യലൈസ് ചെയ്ത് പോകണം. പക്ഷേ നമുക്ക് PG ആവശ്യം വരുന്നില്ല. ആക്ച്വലി കൂടുതലും UG 5 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മൾ ഫസ്റ്റ് ഇയർ മുതലേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസൈനിങ് ആണ് അല്ലേ. നമ്മൾ ബാക്കി പ്രൊഫഷൻസിനെ പോലെ നമ്മൾ ഡിഗ്രി പഠിച്ച് പിന്നെ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുന്നതല്ല. നമ്മൾ ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ ഡിസൈനിങ് ആണ് ചെയ്യുന്നത്. ഒരു 5 വർഷം ഡിസൈനിങ് ചെയ്ത് എക്സ്പീരിയൻസ് ആയിട്ടാണ് നമ്മൾ പാസ് ഔട്ട് ആകുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഇത് നമുക്കുണ്ട് എന്തായാലും.